പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശകരൊക്കെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. അദ്ദേഹത്തോടുള്ള ആശയപരമായ വിയോജിപ്പ് കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് അനുകൂലികൾ പറയുന്നു. പക്ഷെ അദ്ദേഹം അപക്വമായ രീതിയിൽ സംസാരിക്കുന്നു, അപക്വമായ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്നാണ് അങ്ങനെ ആക്ഷേപിക്കുന്നവർ പറയുന്നത്. എന്തു തന്നെയായാലും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ഒരു സംഭവം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എത്ര അപക്വമായിട്ടാണ് പെരുമാറുന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പാർലമെന്റിന്റെ മകരദ്വാറിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പ്രതിപക്ഷ എംപിമാർ അവിടെ ബഹളം വെക്കുന്നു, അവർ കുത്തിയിരിക്കുന്നു. ആ വഴിയാണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു പുറത്തേക്ക് പോകുന്ന രവനീത് സിംഗ് ബിട്ടുവിനെ കേരളത്തിലെ മറ്റ് ഏതാനും എംപിമാരുടെ കൂടെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. അദ്ദേഹം മൈ ട്രൈറ്റർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവ്, ഒരു വലിയൊരു ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ, ഒരു കേന്ദ്രമന്ത്രിയെ തന്റെ മുന്നിലൂടെ പാർലമെന്റിലൂടെ, ഇന്ത്യയുടെ പരമാധികാര ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആസ്ഥാനമായ പാർലമെന്റ് മന്ദിരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു ട്രൈറ്റർ ഫ്രണ്ട് എന്ന് പറയുന്നത് തികച്ചും ഒരു അസ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ നേതാക്കന്മാരൊക്കെ പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്താറുള്ള ഒരു പ്രസംഗ സമയത്ത് എന്തെങ്കിലും വിമർശനങ്ങൾ നടത്തുക എന്നതല്ലാതെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക്, തരംതാണ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോവാറില്ല. അപ്പം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്, ഇദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹം കോൺഗ്രസ് വിട്ടു, അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്, അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യത്തിന്റെ ഉടമയാണ് രവനീത് സിംഗ് ബിട്ടു. ഇപ്പൊ രാഹുൽ ഗാന്ധി നെഹ്റുവിന്റെ കൊച്ചുമകനാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്, രാജീവ് ഗാന്ധിയുടെ മകനാണ് എന്നൊക്കെ അവകാശപ്പെടാവുന്നത് പോലെ തന്നെ സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനാണ് അദ്ദേഹം, ബിയാൻ സിംഗിന്റെ കൊച്ചുമകനാണ് അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ട് ഒരു സിഖുകാരനായ ഒരാളെ അദ്ദേഹം പാർട്ടി വിട്ട സമയത്ത് അദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ട് ട്രൈറ്റർ എന്ന് പറയുന്നു? അപ്പൊ എത്രയോ നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടിട്ടില്ലേ? ഇനി മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ് ചെന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരെയൊന്നും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ട്രൈറ്റർ എന്ന് വിളിക്കുന്നില്ല? അപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കോടിക്കണക്കിന് രൂപ നടത്തി ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ അവതരിപ്പിച്ചത് എന്താണ്? സ്നേഹത്തിന്റെ കച്ചവടക്കാരൻ, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കട നടത്തുന്ന ആൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം സ്നേഹമാണ് വാരി വിതറുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു സ്നേഹത്തിന്റെ പ്രതീകമാണോ തന്റെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന ഒരാളെ ട്രൈറ്റർ എന്ന് വിളിക്കുന്നത്? അപ്പൊ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം തിരിച്ചടിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിന്റെ എതിരാളികൾക്ക് വേണ്ടിയാണ് താങ്കൾ നിൽക്കുന്നത്, അപ്പം ശത്രുക്കളുടെ ഭാഗമാണ് താങ്കൾ. കാരണം അദ്ദേഹം പറഞ്ഞു, നിരവധി തവണ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അത് പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമ്മുടെ സൈന്യത്തിന്റെ അവകാശവാദം ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് പാകിസ്ഥാൻ മറു അവകാശവാദം പറയുന്ന സമയത്ത് പാകിസ്ഥാന്റെ അവകാശവാദത്തിന് അനുകൂലമായി നിന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ശശി തരൂരിനെ പോലെയുള്ള ആളുകളൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ ന്യായീകരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിട്ടു അങ്ങനെ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ഉയർന്നു വരുന്ന ഒരു വിഷയം, ഈ ഒരു വിഷയം നടന്ന ഉടനെ തന്നെ BJP-യിലെ സിഖുകാരായ നേതാക്കളൊക്കെ തന്നെ ഇത് സിഖുകാരെ അപമാനിക്കുന്നതിനുള്ള തുല്യമാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് കാരണമായിട്ട് ബിട്ടു തന്നെ പറയുന്നത്, തന്റെ പിതാവ് കൊല്ലപ്പെട്ടത് സിഖ് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ടാണ് സിഖ് തീവ്രവാദം വന്നത്? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് കൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടായത്. ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് വെടിയേറ്റ് മരിച്ചത്? സിഖുകാരുടെ ഏറ്റവും പവിത്രമായ സുവർണ ക്ഷേത്രത്തിലേക്ക് സൈനിക ആക്രമണം നടത്തിയതാരാണ്? അതിന് നേതൃത്വം കൊടുത്തതാരാണ്? അതിന് ഓർഡർ ചെയ്തതാരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തെ ഏറ്റവും രാജ്യത്തിന് വേണ്ടി പോരാടിയ സിഖ് വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് സ്നേഹത്തിന്റെ കട എന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാക്കളായ HKL ഭഗത്, സജ്ജൻ കുമാർ, ജഗദീഷ് ടൈറ്റ്ലർ ഇവരൊക്കെ തന്നെ കൊലപാതക കേസിലെ പ്രതികളാണ്. ഇവർ വെറും കൊലപാതകികളല്ല. ഒരു ജനക്കൂട്ടത്തെ, ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ മാത്രം അതിന് വരെ ഉതകുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ കലാപം നടത്തിയ ആളുകളാണ്. 1984 ഒക്ടോബർ 31-നാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. തന്റെ 2 അംഗരക്ഷകരാലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അതിൽ ഒരാളെ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ തന്നെ
വെടിവെച്ചു കൊന്നു, മറ്റൊരാളെ പിന്നീട് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്താണ് ഈ ഒരു കാരണത്തിലേക്ക് നയിച്ചത്? നമുക്കറിയാം 1972 പഞ്ചാബിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. അന്ന് പ്രതിപക്ഷത്തുള്ളത് അകാലിദളാണ്. അവരാണ് സിഖുകാരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി. പക്ഷെ കോൺഗ്രസിനകത്ത് ഹിന്ദുക്കളുമുണ്ട്, സിഖുകാരുമുണ്ട്. പക്ഷെ പിന്നീട് 1973 അനന്തപൂർ സാഹിബ് പ്രമേയം എന്നൊരു പ്രമേയം അകാലിദൾ കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെ വിഘടനവാദം എന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. അപ്പൊ ഇതേ തുടർന്ന് ഒരുപാട് സിഖ് സംഘടനകൾക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സിഖ് തീവ്രവാദം പതുക്കെ പതുക്കെ ഉയർന്നു വന്നു. അതിലേറ്റവും പ്രമുഖനായ ആള് അകാലിദളിൽ തന്നെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ദിരാഗാന്ധി വളർത്തിക്കൊണ്ടുവന്ന ആളാണ് സന്ത് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. അപ്പം അതായത് സിഖുകാരേക്കാൾ വലിയ സിഖ് പാർട്ടി, അല്ലെങ്കിൽ അകാലിദളിനേക്കാൾ വലിയ സിഖ് പാർട്ടി, അല്ലെങ്കിൽ സിഖ് സംഘടന, അങ്ങനെ ഒരു തീവ്രവാദത്തിന് ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി വളർന്നു വന്ന ആളാണ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. അദ്ദേഹം അങ്ങനെ സിഖുകാരുടെ ഏറ്റവും ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കുടിയിരുത്തുകയാണ്. പക്ഷെ പിന്നെ അദ്ദേഹം അവിടുന്ന് പോവാൻ തയ്യാറായില്ല. അങ്ങനെ സുവർണക്ഷേത്രം സിഖ് ഭീകരന്മാരുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. അപ്പൊ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് മാറുന്നു. നിരവധി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. അങ്ങനെ നിരവധി ആക്രമണങ്ങളൊക്കെ സിഖ് തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ തീവ്രവാദികളെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പദ്ധതി നടത്തുന്നത്. 100 കണക്കിന് സൈനികരാണ് സുവർണക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി ഭീകരവാദികളെ കീഴ്പ്പെടുത്തിയത്. നിരവധി സൈനികരും അതുപോലെ തന്നെ നിരവധി ഭീകരരും ആ ഉദ്യമത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് 4 മാസത്തിന് ശേഷമാണ്, ഇത് ജൂണിലാണ് നടക്കുന്നത്, ഒക്ടോബറിലാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ ഏറ്റവും ക്രൂരമായ നരഹത്യ, സിഖ് കൂട്ടക്കൊല നടക്കുന്നത്. ഡൽഹിയിൽ മാത്രം സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 2800 സിഖുകാരെ കൊലപ്പെടുത്തി. ഡൽഹിക്ക് പുറത്ത് എല്ലാം ഉൾപ്പെടെ 3350 പേരാണ്. പുറത്ത് ഉൾപ്പെടെ മൊത്തത്തിൽ 3350 സിഖുകാരെ കൊലപ്പെടുത്തി എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. എന്നാൽ ഏതാണ്ട് 8000 മുതൽ 17000 വരെ സിഖുകാരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അറിയാവുന്ന കാര്യം. ഇതിനകത്ത് സജ്ജൻ കുമാർ, അതേപോലെ തന്നെ ജഗദീഷ് ടൈറ്റ്ലർ, അതേപോലെ തന്നെ HKL ഭഗത്, ഇവരൊക്കെ ഡൽഹിയിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇവരൊക്കെയാണ് ഇതിനകത്ത് നേതൃത്വം നൽകുന്നത്. പലരും 5000 രൂപ കൊടുക്കൂ, തരാം, ഒരു സിഖുകാരനെ കൊല്ലൂ. പരസ്യമായിട്ട് സിഖുകാരെ അടിച്ചു കൊല്ലായിരുന്നു, തീവച്ച് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് സജ്ജൻ കുമാറും അതേപോലെ തന്നെയുള്ള കോൺഗ്രസിന്റെ ജഗദീഷ് ടൈറ്റ്ലറും HKL ഭഗത്തിനെയൊക്കെ പോലുള്ള നേതാക്കന്മാരായിരുന്നു. അവർക്കെതിരെയൊന്നും കോൺഗ്രസ് അന്നൊന്നും നടപടിയെടുത്തിട്ടില്ല. അപ്പൊ ഇവരാണ് ഒരു രാജ്യത്ത് ഒരു ജനതയ്ക്ക് നേരെ ഒരു ജനതയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഡൽഹിയിൽ നിന്നൊക്കെ സിഖുകാരെയൊക്കെ ഓടിച്ചു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പരസ്യമായിട്ട് ഓരോ വീടുകൾക്ക് മുമ്പിൽ ഒരു S ചിഹ്നം അവര് വരച്ചു വെക്കും, ഓരോ വീടുകളിലും സിഖുകാരെ. അപ്പൊ അതിനുശേഷം വാടകയ്ക്ക് എടുത്ത ആളുകളെ, ജയിലിൽ നിന്നുള്ള ക്രിമിനലുകളെ, ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകളൊക്കെ പുറത്തിറക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇതൊക്കെ ചെയ്തത് കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിലാണ്, ഡൽഹിയിലെ അന്നത്തെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. അപ്പം ഇതാണ് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞാൽ. സിഖുകാർക്ക് നേരെയുള്ള അതിക്രൂരമായ ആക്രമണം, ഒരു മതത്തിന് നേരെയുള്ള, ഒരു വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണമാണ് ചെയ്തത്. എന്തിനധികം ഇന്ത്യൻ പ്രസിഡന്റ് സെയിൽ സിംഗ്, അദ്ദേഹം സിഖുകാരനായിരുന്നു. അദ്ദേഹം ഒരു കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് വരുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധി മരിച്ചതിന് അടുത്ത ദിവസം അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പ്രഥമ പൗരനായ ആളുകളെ കോൺഗ്രസ്സുകാർ തടയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്യൂരിറ്റിയുടെ തലപ്പാവ് വലിച്ചു കീറുകയാണ് ചെയ്തത്. സിഖുകാരന്റെ മതപരമായ ഒരു ചിഹ്നമാണ് തലപ്പാവ്. ആ തലപ്പാവ് വലിച്ചു കീറുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്തത്. ഇതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ഇതിനെ തള്ളി പറയാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് എന്ത് സ്നേഹത്തിന്റെ കടയെക്കുറിച്ചാണ് പറയുക? അപ്പൊ അദ്ദേഹം വീണ്ടും ബിട്ടുവിന് നേരെ, അതായത് സിഖ് ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ, ആ കൊച്ചുമകനെ വരെ ട്രൈറ്റർ എന്ന് വിളിച്ച് അപമാനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പഴയകാല ചെയ്തികൾ, കോൺഗ്രസിന്റെ പഴയകാല ചെയ്തികൾ, ആ ചെയ്തികളെ തള്ളിപ്പറയാൻ കഴിയാത്ത കോൺഗ്രസിന് എന്ത് സ്നേഹത്തിന്റെ കടയെക്കുറിച്ചാണ് പറയുക? അദ്ദേഹത്തെ നമ്മളൊരു പപ്പു എന്ന് വിളിക്കാത്തത് കുറ്റമായി പോകും. കാരണം അത്രയും അപക്വമായ രീതിയിലാണ് ഒരു പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പലതവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് പ്രൊജക്ട് ചെയ്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം കുറച്ചുകൂടി പക്വതയോടുകൂടിയാണ് പെരുമാറേണ്ടത്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു സമുദായത്തെ അപമാനിക്കരുത്, സമുദായത്തെ അകറ്റി നിർത്താൻ പാടില്ല എന്ന കാര്യമെങ്കിലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.